വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലെ ബെൽജിയം യൂറോപ്യൻ യൂണിയൻ്റെ തലസ്ഥാനമെന്ന നിലക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു രാജ്യമാണ്. 9 ലക്ഷത്തോളം മുസ്ലിങ്ങൾ ബെൽജിയത്തിൽ താമസിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 8% മുസ്ലിങ്ങളാണ്. പൗരാണിക കാലം മുതൽക്കേ ബെൽജിയത്തിൽ മുസ്ലിങ്ങൾ താമസിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു. ബെൽജിയത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. 60 വർഷം മുമ്പ് ബെൽജിയം തുർക്കി, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായി ഈ തൊഴിലാളികളെ കൈമാറാനുള്ള ഒരു കരാറിൽ ഒപ്പിട്ടു. അതോടുകൂടി 10,000-കണക്കിന് മുസ്ലിം തൊഴിലാളികൾ ബെൽജിയത്തിലേക്ക് വരികയും കൽക്കരി ഖനികളിലും ഉരുക്ക് നിർമ്മാണശാലകളിലും വാഹന നിർമ്മാണ ഫാക്ടറികളിലും ജോലി ചെയ്യുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ വരവോടെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കപ്പെടുകയും രാജ്യത്തിന് വമ്പിച്ച സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയും ചെയ്തു. അതോടുകൂടി ഗവൺമെൻറ് ഇസ്ലാം മതം അംഗീകരിക്കുകയും മുസ്ലിങ്ങൾക്ക് പള്ളിയുണ്ടാക്കുവാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. എങ്കിലും ബെൽജിയത്തിലെ ക്രിസ്ത്യാനികൾ നിരീശ്വരവാദികളായതുകൊണ്ടും ജീവിതം ആസ്വദിക്കുന്ന ഒരു ശൈലി അവർക്കുള്ളതുകൊണ്ടും മുസ്ലിങ്ങളുമായി അവർ വേണ്ടത്ര പൊരുത്തപ്പെട്ടിട്ടില്ല ഇപ്പോഴും. എന്നാൽ യൂറോപ്യൻ യൂണിയന് ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ളതുകൊണ്ടും ബെൽജിയം യൂറോപ്യൻ യൂണിയൻ്റെ തലസ്ഥാനമായതുകൊണ്ടും മുസ്ലിങ്ങളുമായി ഒത്തുപോകണമെന്ന് രാഷ്ട്രീയമായി അവർക്ക് വലിയ നിർബന്ധവുമുണ്ട്. അടുത്ത കാലത്തായി ബെൽജിയത്തിൽ ഹിജാബ് നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഇസ്ലാം മതത്തിന് ഇവിടെ നല്ല വളർച്ചയുണ്ടായിട്ടുണ്ട്. 30,000-ഓളം ബെൽജിയംകാർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിലാണ് കൂടുതലായി മുസ്ലിങ്ങൾ താമസിക്കുന്നത്. മുസ്ലിങ്ങളുടെ പകുതിയും താമസിക്കുന്നത് തലസ്ഥാനത്താണെന്ന് കണക്കാക്കപ്പെടുന്നു. കൂടുതൽ ജോലി സാധ്യതകളുള്ളത് ബ്രസൽസ് നഗരത്തിലായതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത്. ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ 90% സുന്നികളാണ്. 10%-ഓളം ഷിയാക്കളും ഇവിടെയുണ്ട്. കൂടുതലായി മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൽ എത്തിയിട്ടുള്ളത് ലെബനോൻ, ഇറാൻ, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കൂടുതലുള്ളതുകൊണ്ട് ബെൽജിയത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് സ്വാധീനം ചെലുത്തുവാൻ എളുപ്പമാണ്. എങ്കിലും മുസ്ലിങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ താല്പര്യം കുറവാണ്. എന്നാൽ പ്രാദേശികമായ തിരഞ്ഞെടുപ്പുകളിൽ വമ്പിച്ച വാശിയോടെയാണ് മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നതും പലപ്പോഴും റിസൾട്ടുകളെ അട്ടിമറിക്കുന്നതും. ദേശീയ രാഷ്ട്രീയത്തെക്കാൾ പ്രാദേശിക രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രവണത പല മുസ്ലിം രാജ്യങ്ങളിലുമുണ്ട്. കേരളത്തിൽ പോലും മഞ്ചേരിക്കാരും പെരിന്തൽമണ്ണക്കാരും അത്ര സൗഹാർദ്ദത്തിലല്ല എന്ന് നമുക്കറിയാം. മഞ്ചേരിക്കാർക്ക് പെരിന്തൽമണ്ണക്കാർ അന്യരാണെന്നും കോഴിക്കോട്ടുകാർ തീർത്തും അന്യരാണെന്നും എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമിടയിലും ഇത്തരത്തിലുള്ള പ്രാദേശിക വികാരം ശക്തമായി കാണുന്നുണ്ട്. എന്നാൽ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ബെൽജിയത്തിൽ മുസ്ലിങ്ങൾ പ്രാദേശിക രാഷ്ട്രീയത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്ന കാര്യം വിശദമായ പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ബെൽജിയത്തിലെ മുസ്ലിങ്ങൾ പൊതുവെ മതപരമായ നിഷ്ഠയുള്ളവരാണ്. 87% മുസ്ലിങ്ങളും പ്രാക്ടീസിംഗ് മുസ്ലിങ്ങളാണ്. 13% മാത്രമേ നോൺ ഒബ്സർവൻറ്റ് മുസ്ലിങ്ങൾ ഇവിടെയുള്ളൂ. നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളെ പ്രാക്ടീസിംഗ് മുസ്ലിങ്ങളെന്നും പേരിന് മാത്രം മുസ്ലിമായ ആളുകളെ നോൺ ഒബ്സർവൻറ്റ് മുസ്ലിങ്ങൾ എന്നും പറയാറുണ്ട്. ബെൽജിയത്തിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയവും മതവും തമ്മിൽ കൂടിക്കലരേണ്ടതില്ല എന്ന ആധുനിക അഭിപ്രായം വെച്ച് പുലർത്തുന്നവർ ആണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. എങ്കിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വിവാഹ ബന്ധങ്ങൾക്ക് അവർ ശക്തമായി എതിര് നിൽക്കുന്നു. എന്നാൽ ബെൽജിയത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കല്യാണം കഴിക്കാൻ യാതൊരു മടിയുമില്ല. പള്ളിയിൽ തന്നെ കല്യാണം നടത്തണമെന്ന് ക്രിസ്ത്യാനികൾ വാശി പിടിക്കാറുമില്ല. ബെൽജിയത്തിലെ മുസ്ലിങ്ങൾക്ക് കൂടുതലും ശമ്പളം കുറഞ്ഞ ജോലികളാണ് കിട്ടിയിട്ടുള്ളത്. 20% മുസ്ലിങ്ങൾക്ക് മാത്രമേ നല്ല ജോലികൾ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ബെൽജിയത്തിലുള്ള ക്രിസ്ത്യാനികൾക്കാണ് കൂടുതൽ നല്ല ജോലികൾ ലഭിക്കുന്നത്. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മുസ്ലിങ്ങൾ പലരും അറേബ്യൻ രാജ്യങ്ങളിൽ പഠിച്ചവരായതുകൊണ്ടും അറേബ്യൻ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസത്തിന് കാര്യമായ അംഗീകാരം യൂറോപ്പിൽ ലഭിക്കാത്തതുകൊണ്ടും അവർക്ക് നല്ല ജോലികൾ ലഭിക്കുന്നില്ല. മുസ്ലിങ്ങൾക്കിടയിൽ 13% ആളുകൾക്ക് മാത്രമേ സർവകലാശാല ബിരുദമുള്ളൂ എന്ന വസ്തുതയും നല്ല ജോലികൾ ലഭിക്കാതിരിക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. എങ്കിലും രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് അത്യാവശ്യം പ്രാതിനിധ്യമൊക്കെ ലഭിക്കുന്നുണ്ട്. 1-2 പാർലമെൻറ്റ് മെമ്പർമാർ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. കൂടുതലും സോഷ്യലിസ്റ്റ് പാർട്ടി അംഗങ്ങളാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് പാർലമെൻറ്റ് മെമ്പറായി ജയിക്കുന്നത്. മുസ്ലിങ്ങളിൽ 42% സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. അതിന് കാരണം മുസ്ലിങ്ങളോടും ആഫ്രിക്കക്കാരോടും ഏഷ്യക്കാരോടും പൊതുവെയും സഹതാപവും താല്പര്യവുമുള്ള ഒരു പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ്. ബെൽജിയത്തിലെ ക്രിസ്ത്യാനികൾ വളരെ ആധുനികമായ കാഴ്ചപ്പാടുള്ളവരും ഹോമോസെക്ഷൽസിനെ അംഗീകരിക്കുന്നവരുമാണ്. എന്നാൽ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു ഒരു ഭയപ്പാടുണ്ടായിരുന്നത്.
പക്ഷേ ബെൽജിയത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാൻ ഇപ്പോൾ മുസ്ലിങ്ങൾ തയ്യാറായിട്ടുണ്ട്. 53% മുസ്ലിങ്ങളും സ്വർഗ സംഭോഗികളുമായി ഒത്തുപോകാൻ തയ്യാറാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 30% മുസ്ലിങ്ങൾ മാത്രമേ LGBTക്കെതിരായി ശക്തമായ നിലപാട് എടുക്കുന്നുള്ളൂ. ബെൽജിയത്തിലെ മുസ്ലിങ്ങൾ ഇസ്ലാം പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാർട്ടിയുടെ ലക്ഷ്യം ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നാണെന്ന് പരസ്യമായി പ്രസ്താവിച്ചത് ക്രിസ്ത്യാനികൾക്കിടയിൽ വമ്പിച്ച എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ബസ്സുകളിലും തീവണ്ടികളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സീറ്റുകൾ വേണമെന്നും സ്കൂളുകളിൽ ഹലാൽ ഭക്ഷണം വേണമെന്നും ഇസ്ലാം പാർട്ടി ആവശ്യപ്പെടുന്നു. മുസ്ലിങ്ങൾക്ക് ബെൽജിയത്തിലെ നിയമങ്ങൾ ബാധകമാക്കാൻ പാടില്ല എന്നും ശരീഅത്ത് നടപ്പാക്കണമെന്നും ഇസ്ലാം പാർട്ടി ശക്തമായി വാദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളോട് ബെൽജിയക്കാർക്ക് എതിർപ്പുണ്ടെങ്കിലും ശത്രുതാപരമായ ഒരു സമീപനം മുസ്ലിങ്ങളോട് കാണിക്കാറില്ല. ഒരു വർഷം 6 മില്യൺ യൂറോയോളം മുസ്ലിങ്ങൾക്ക് ധനസഹായമായി ഗവൺമെൻറ് കൊടുക്കാറുമുണ്ട്. രാജ്യത്ത് 350ഓളം മുസ്ലിം പള്ളികളും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങളെക്കുറിച്ച് ആകെയുള്ള ഒരു പരാതി ജൂതന്മാരെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അടുത്ത കാലത്തായി കുടിയേറി വന്ന മുസ്ലിങ്ങളാണ് ജൂതന്മാരെ ആക്രമിക്കുന്നതെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. അടുത്ത കാലത്തായി ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായും പരാതിയുണ്ട്. ജൂതന്മാർ വലിയ കാശുകാരും ബിസിനസ്സിൽ വമ്പിച്ച സ്വാധീനമുള്ളവരുമായതുകൊണ്ട് അവരെ ബഹുമാനിക്കുകയാണ് ബെൽജിയത്തിലെ ക്രിസ്ത്യാനികൾ സാധാരണ ചെയ്യാറുള്ളത്. ബെൽജിയത്തിലെ ഗവൺമെൻറ്റിന് സലഫി മുജാഹിദ് ആശയക്കാരോട് ശക്തമായ എതിർപ്പുണ്ട്. ബെൽജിയത്തിൽ 100ഓളം സംഘടനകൾ സലഫി ആദർശക്കാരാണ്. ഇത്തരത്തിലുള്ള പള്ളികളും കമ്മ്യൂണിറ്റി സെൻ്ററുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബെൽജിയത്തിൽ ധാരാളമുണ്ട്. സലഫി പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ ബെൽജിയം എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സലഫികൾക്ക് തീവ്രവാദവുമായി ബന്ധമുണ്ടെന്ന് ഗവൺമെൻറ്റിന് തെളിയിക്കുവാൻ പറ്റിയിട്ടില്ല. രാജ്യത്ത് 1000ഓളം ജിഹാദികളുണ്ടെന്ന് ഗവൺമെൻറ് കണക്കുകൾ കാണിക്കുന്നു. ഇവരിൽ 100 പേർ തീവ്ര ജിഹാദികളാണെന്നും അവരെ ഗവൺമെൻറ് നിരീക്ഷിച്ചു വരികയാണെന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. എന്നാൽ ജിഹാദികളെ പുറത്താക്കാൻ ബെൽജിയത്തിലെ നിയമം അനുവദിക്കുന്നില്ല. എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ മാത്രമേ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുവാൻ ബെൽജിയം ഭരണഘടന അനുവദിക്കുന്നുള്ളൂ. 450ഓളം ബെൽജിയക്കാർ സിറിയയിലേക്കും ഇറാഖിലേക്കും യാത്ര ചെയ്യുകയും ജിഹാദി സംഘടനകളിൽ ചേരുകയും ചെയ്തു. ചെറിയൊരു രാജ്യമായ ബെൽജിയത്തിൽ ഇത് വലിയൊരു എണ്ണമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ബെൽജിയൻ സമൂഹത്തിൽ വലിയ നിലയും വിലയുമുള്ള ധാരാളം വ്യക്തികൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നവരാണ്. ജാവൂദ് അക്കാബ് അറിയപ്പെടുന്ന ഒരു ഗുസ്തി ചാമ്പ്യനാണ്. അദ്ദേഹത്തിന് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ലുബ്ന അസബോൾ അറിയപ്പെടുന്ന ഒരു ബെൽജിയൻ നടിയാണ്. അവരുടെ അച്ഛൻ മൊറോക്കക്കാരനും അമ്മ സ്പാനിഷ്കാരിയുമായിരുന്നു. അതുപോലെ മൈമോന്ത് ബോസാക്ല അറിയപ്പെടുന്ന ഒരു ബെൽജിയൻ രാഷ്ട്രീയക്കാരിയാണ്. അവർക്ക് മൊറോക്കൻ പാരമ്പര്യമാണുള്ളത്. സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ് മൈമോന്ത് പ്രവർത്തിക്കുന്നത്. അതുപോലെ മൗസ സീദി യായ അറിയപ്പെടുന്ന ഒരു ബെൽജിയൻ ഫുട്ബോളറാണ്. അതുപോലെ ഹദീസ അക്ലാഗോസ് അറിയപ്പെടുന്ന ഒരു ബെൽജിയൻ ഗായികയാണ്. അവർ തുർക്കി വംശജയാണ്. നർത്തകിയും ടെലിവിഷൻ പേഴ്സണാലിറ്റിയും കൂടിയാണ് ഹദീസെ അക്ലാഗോസ്. അതുപോലെ സെയ്ദിൽ ഖദ്രോയി അറിയപ്പെടുന്ന ബെൽജിയൻ രാഷ്ട്രീയ നേതാവാണ്. യൂറോപ്യൻ പാർലമെന്റിൽ മെമ്പർഷിപ്പുണ്ട്. സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്. അച്ഛൻ മൊറോക്കോക്കാരനും അമ്മ ബെൽജിയൻകാരിയുമാണ്. അതുപോലെ സാക്കിയ കത്താബി അറിയപ്പെടുന്ന ഒരു മൊറോക്കൻ രാഷ്ട്രീയക്കാരിയാണ്. ഇക്കോളോ പാർട്ടിയുടെ സഹസ്ഥാപകയാണ് സാക്കിയ കത്താബി. യൂറോപ്പിലെങ്ങും പടർന്നു പിടിച്ചിരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ കൂടെയാണ് സാക്കിയ കത്താബി പ്രവർത്തിക്കുന്നത്. അതുപോലെ സൈനബ് കുബ്ര അറിയപ്പെടുന്ന ഒരു വോളിബോൾ കളിക്കാരിയാണ്. തുർക്കി വംശജയാണ് സൈനബ് കുബ്ര. സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മിസ് ബെൽജിയമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ അതേ വലുപ്പമുള്ള ബെൽജിയത്തിൽ 1 കോടി ജനങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ജനസംഖ്യയിൽ 60% ആളുകൾ ഡച്ച് ഭാഷയും 40% ആളുകൾ ഫ്രഞ്ച് ഭാഷയും സംസാരിക്കുന്നു. ഈ 2 ഭാഷകൾ സംസാരിക്കുന്നവർ പ്രത്യേകം പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. തലസ്ഥാന നഗരിയായ ബ്രസൽസിൽ മാത്രമാണ് 2 ഭാഷക്കാരും ഇടകലർന്ന് ജീവിക്കുന്നത്. ബെൽജിയത്തിൻ്റെ ഭരണഘടനയിൽ ഫ്രഞ്ച് ഭാഷക്കാർക്കും ഡച്ച് ഭാഷക്കാർക്കും പ്രത്യേകമായ അവകാശങ്ങൾ വകവെച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സംഘർഷവും ഇക്കാര്യത്തിലില്ല. പ്രത്യേക രാജ്യം വേണമെന്ന് ഇതുവരെ ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. പണ്ട് ബെൽജിയം ഒരു കൊളോണിയൽ പവറായിരുന്നു. ആഫ്രിക്കയിലെ കോങ്കോ ഭരിച്ചിരുന്നത് ബെൽജിയമായിരുന്നു. അന്നത്തെ കാലത്ത് ആ രാജ്യത്തെ ബെൽജിയൻ കോങ്കോ എന്നാണ് വിളിച്ചിരുന്നത്. ധാരാളം വജ്രവ്യാപാരമുണ്ടായിരുന്ന കോങ്കോയിൽ നിന്നും ബെൽജിയംകാർ വമ്പിച്ച സമ്പത്ത് ഉണ്ടാക്കിയെടുത്തു. 60 വർഷം മുമ്പാണ് കോങ്കോക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇപ്പോഴും കോങ്കോയിൽ ധാരാളം ബെൽജിയംകാർ താമസിക്കുകയും വജ്രവ്യാപാരത്തിൽ മേധാവിത്വം പുലർത്തുകയും ചെയ്യുന്നു. ധാരാളം ഇന്ത്യക്കാരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്.
ഇപ്പോൾ കോങ്കോ 2 രാജ്യങ്ങളായി മാറിയിരിക്കുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ബെൽജിയം തന്നെയാണെന്ന് പറയപ്പെടുന്നു. ധാരാളം കോങ്കോക്കാർ ബെൽജിയത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പൗരത്വവും നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ സ്ഥാപിച്ച 6 രാജ്യങ്ങളിൽ ഒന്നാണ് ബെൽജിയം. യൂറോപ്യൻ യൂണിയൻ്റെ തലസ്ഥാനമായി ലണ്ടൻ നഗരം നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ഫ്രഞ്ചുകാർ ശക്തമായി എതിർത്തു. പാരീസ് നഗരം നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ഇംഗ്ലീഷുകാരും ശക്തമായി എതിർത്തു. അങ്ങനെയാണ് ചെറിയ രാജ്യമായ ബെൽജിയത്തിന് യൂറോപ്യൻ യൂണിയൻ്റെ തലസ്ഥാന നഗരിയെ കൈക്കലാക്കുവാൻ സാധിച്ചത്. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസ് യൂറോപ്യൻ യൂണിയൻ്റെ കൂടി തലസ്ഥാനമായി അറിയപ്പെടുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ ധാരാളം ഓഫീസുകൾ ബെൽജിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബെൽജിയത്തിലാണ്. യൂറോപ്യൻ കൗൺസിലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ബെൽജിയത്തിൽ തന്നെയാണ്. അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഇവിടെ തന്നെയാണ്. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഇതെല്ലാം ഒന്നു തന്നെയാണെന്ന് പറയുവാൻ പറ്റുകയില്ല. കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ മന്ത്രിമാരുടെ സംഘടനയാണ്. ചെറിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ്. യൂറോപ്യൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പ്രധാനമന്ത്രിമാരുടെ സംഘടനയാണ്. വലിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് യൂറോപ്യൻ കൗൺസിലാണ്. യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. പ്രധാനമന്ത്രിമാരെ നിയന്ത്രിക്കുന്നത് യൂറോപ്യൻ കമ്മീഷനാണ്. ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും കമ്മീഷൻ അടിച്ചുമാറ്റുന്നതും യൂറോപ്യൻ കമ്മീഷൻ തന്നെയാണ്. ഇതിനൊക്കെ പുറമെ യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ ഒരു സഭ സമ്മേളിക്കുന്നത് ബെൽജിയത്തിലാണ്. ബെൽജിയം നാറ്റോയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നാറ്റോയുടെ ഹെഡ് ഓഫീസും സ്ഥാപിച്ചിട്ടുള്ളത് ബെൽജിയത്തിൽ തന്നെയാണ്. ഇത്രയധികം അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ബെൽജിയത്തിൽ ഉള്ളതുകൊണ്ട് ധാരാളം മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും എപ്പോഴും ഈ രാജ്യത്തിൽ വരികയും പോവുകയും ചെയ്യുന്നു. ഒരുപാട് കാശ് ചെലവഴിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം ഹോട്ടൽ ബില്ല് 1 ലക്ഷം ചിലവാക്കിയാലും റെസ്റ്റോറൻറ്റിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുവാൻ 20,000 രൂപ ചിലവാക്കിയാലും ആ ബില്ലുകളെല്ലാം കൊടുക്കുന്നത് യൂറോപ്യൻ യൂണിയനാണ്. അതുകൊണ്ട് ഈ നഗരത്തിന് വമ്പിച്ച സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് ബെൽജിയം നഗരത്തിലെ ഒരു റെസ്റ്റോറൻറ്റിലും കയറാൻ പറ്റാതെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ മന്ത്രിമാരൊക്കെ താമസിക്കുന്നത് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസ് നഗരത്തിലാണ്. യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരെക്കാൾ കൂടുതൽ അധികാരമുള്ളത് യൂറോപ്യൻ യൂണിയനിലെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. അതുകൊണ്ട് പല യൂറോപ്യൻ പ്രധാനമന്ത്രിമാരും റിട്ടയർ ചെയ്യുമ്പോൾ ബെൽജിയത്തിലേക്ക് വരികയും യൂറോപ്യൻ യൂണിയനിലെ മന്ത്രിയായി മാറുകയും ചെയ്യും. ഇത് ഒരു പ്രൊമോഷനായിട്ടാണ് യൂറോപ്പിൽ കണക്കാക്കുന്നത്. ശക്തമായൊരു സാമ്പത്തിക മേഖല ബെൽജിയത്തിനുണ്ട്. ഉയർന്ന ജീവിത നിലവാരം കൈവരിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട്. ഏറ്റവും മികച്ച ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഈ രാജ്യത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. വളരെയധികം വ്യവസായവൽക്കരിക്കപ്പെട്ട ഒരു എക്കോണമിയാണ് ബെൽജിയത്തിലുള്ളത്. മെഷീനറിയും എക്വിപ്മെൻറ്റ്സും കയറ്റുമതി ചെയ്യുന്നു. രാസപദാർത്ഥങ്ങളും ലോഹങ്ങളും ലോഹോൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നു. ഫിനിഷ് ചെയ്ത ഡയമണ്ടുകളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളും പാക്ക് ചെയ്ത് കയറ്റുമതി ചെയ്യുന്നു. ബെൽജിയം യൂറോപ്യൻ യൂണിയൻ്റെ തലസ്ഥാനമായതുകൊണ്ട് വിദേശികളെ സ്വാഗതം ചെയ്യുന്ന ഒരു പോളിസി അവർക്കുണ്ട്. 13 ലക്ഷത്തോളം കുടിയേറ്റക്കാർ ഈ രാജ്യത്തിൽ താമസിക്കുന്നു. ഇറ്റലിക്കാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരുമാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ മുസ്ലിം രാജ്യങ്ങളായ മൊറോക്കോയിൽ നിന്നും തുർക്കിയിൽ നിന്നും ധാരാളം ആളുകൾ ബെൽജിയത്തിൽ പൗരത്വം നേടി സ്ഥിരമായി താമസിക്കുന്നു. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിൽ 12 ലക്ഷം ജനങ്ങളുണ്ട്. ഈ മഹാനഗരത്തിൽ എപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ്. അത്രയധികം ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസ്. അന്തർദേശീയ പ്രാധാന്യം നേടിയ ഒരു നഗരമായതുകൊണ്ട് ധാരാളം വൻകിട സമ്മേളനങ്ങളും കോൺഫറൻസുകളും ഇവിടെയാണ് നടത്തുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള അനേകം കെട്ടിടങ്ങൾക്ക് പുറമെ മനോഹരമായ ആധുനിക കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. 2 ഭാഷകൾ സംസാരിക്കുന്ന ഈ പട്ടണത്തിൽ ഡച്ചുകാരും ഫ്രഞ്ചുകാരും അത്യന്തം സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു. ഇംഗ്ലീഷ് അറിയുന്നവർ കുറവാണ്. ധാരാളം വിദേശികൾ ഇവിടെ വരികയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ പല പരിപാടികൾക്കും വേണ്ടി ആഴ്ചകളോളം താമസിക്കുന്നവരും വിദേശികളുടെ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം കൂടി കൂടുമ്പോൾ ബ്രസൽസ് നഗരത്തിന് ഒരു കോസ്മോപൊളിറ്റൻ അന്തരീക്ഷം കൈവരുന്നു. ബ്രസൽസ് നഗരത്തിൽ അനേകം റെസ്റ്റോറൻറ്റുകളുണ്ടെങ്കിലും എല്ലാം ചെലവേറിയതാണ്. കഫേ ഡി മാക്ടൻ ധാരാളം ലോക്കൽ സ്പെഷ്യാലിറ്റീസ് ഓഫർ ചെയ്യുന്നു. വെജിറ്റേറിയൻ ഭക്ഷണം ഇവിടെ കിട്ടും. മൊബൈലിൽ നിന്ന് സ്വന്തമായി ഓർഡർ ചെയ്യുവാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് 2000 രൂപ വേണ്ടി വരും. അതുപോലെ റെസ്റ്റോറൻറ്റ് വിസ്മറ്റ് വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ വലിയ തിരക്ക് കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. നല്ല സീ ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. 3000 രൂപ കൊടുത്താൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും.
അമാഡിയോ റെസ്റ്റോറൻറ്റ് ഒരു ലൈബ്രറിയുടെ തീമിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വമ്പിച്ച ജനത്തിരക്കാണ് അമാഡിയോ റെസ്റ്റോറൻറ്റിൽ. അതുകൊണ്ട് റിസർവേഷൻ അത്യാവശ്യമാണ്. 2000 രൂപ കൊടുത്താൽ ഇവിടെ ഭക്ഷണം കിട്ടും. ലാ ബെല്ലെ റെസ്റ്റോറൻറ്റ് മത്സ്യവിഭവങ്ങൾക്ക് പ്രാധാന്യമുള്ള മറ്റൊരു റെസ്റ്റോറൻ്റാണ്. വളരെ ഫ്രഷായ മത്സ്യം പരമ്പരാഗതമായ രീതിയിൽ ഇവിടെ പാകം ചെയ്ത് കൊടുക്കുന്നു. മാപ്പ മുണ്ടോ റെസ്റ്റോറൻറ്റ് വളരെ സ്റ്റൈലിഷായ ഒരു കോഫി ഷോപ്പാണ്. ചെറുപ്പക്കാരായ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയാണ് കാപ്പി കഴിക്കാൻ വരുന്നത്. ഫോറിനേഴ്സ് ധാരാളമായി ഇഷ്ടപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് മാപ്പ മുണ്ടോ. അതുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റിന് ഒരു കോസ്മോപൊളിറ്റൻ അന്തരീക്ഷം അവകാശപ്പെടാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബൈസൺ കഫേ നല്ല റിലാക്സ്ഡ് ആയ ഒരു അറ്റ്മോസ്ഫിയർ ഈ റെസ്റ്റോറൻറ്റിലുണ്ട്. ജോലി ചെയ്ത് ക്ഷണിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് അല്പസമയം ചെലവഴിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാൻ പറ്റിയ ലോഡ്ജുകൾ ബ്രസൽസ് നഗരത്തിലില്ല. എല്ലാ ഹോട്ടലുകളും ചെലവേറിയതാണ്. താരതമ്യേന അല്പം ചെലവ് ചുരുങ്ങിയത് 2Go4 എന്ന ഹോസ്റ്റലാണ്. നല്ല വൃത്തിയും ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ഹോസ്റ്റലാണ് 2Go4. സൗജന്യ വൈഫൈ സൗകര്യം ഇവിടെയുണ്ട്. ഒരു ദിവസം താമസിക്കുവാൻ ഇന്ത്യയുടെ 2000 രൂപ വേണ്ടിവരും.